ഓം സായിരാം. ശ്രീ സായി സച്ചരിത്രത്തിൻ്റെ അധ്യായം 2 ഹേമത് പന്തിൻ്റെ കഥ വായിക്കാം. ഈ ഉദ്യമത്തിനുള്ള അപര്യാപ്തതയും ധൈര്യവും. ഹേമത് പന്തിന് ഇത്തരത്തിലുള്ള ഒരു പുസ്തകം എഴുതാൻ പറ്റിയ ഒരാളല്ല ഞാൻ എന്ന് ഒരു ധാരണയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ജീവിതത്തെ പോലും എനിക്കറിയില്ല, എൻ്റെ സ്വന്തം മനസ്സിനെ പോലും എനിക്കറിയില്ല. എന്നിരിക്കെ ഒരു ഋഷിയുടെ ജീവിതത്തെപ്പറ്റി എഴുതാനും വേദങ്ങളാൽ പോലും കഴിയാത്ത അവതാര മാഹാത്മ്യത്തെപ്പറ്റി വിവരിക്കാനും എനിക്ക് എങ്ങനെ കഴിയും? മറ്റൊരു ഋഷിയെ അറിയുന്നവൻ തന്നെത്താൻ ഒരു ഋഷിയായിരിക്കണം. എന്നിരിക്കെ അവരുടെ മാഹാത്മ്യത്തെപ്പറ്റി ഞാൻ എങ്ങനെ വിവരിക്കും? ഒരു ഋഷിയുടെ ജീവിതത്തെപ്പറ്റി വിവരിക്കുക ഏറ്റവും ശ്രമകരമാണ്. അത് 7 കടലിലെ വെള്ളം അളക്കുന്നതിനും ആകാശം തുണി കൊണ്ട് മൂടുന്നതിനും സമമാണ്. ഇത് എന്നെ ആൾക്കാരെ കൊണ്ട് പരിഹസിപ്പിക്കലായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാരണത്താൽ സായിബാബയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓം സായിരാം. മഹാരാഷ്ട്രയിലെ സുപ്രധാനനായ കവിയും ഋഷിയുമായ ശ്രീ ജ്ഞാനേശ്വർ മഹാരാജ് ഒരിക്കൽ പറയുകയുണ്ടായി, ഋഷിയുടെ ജീവിതത്തെപ്പറ്റി എഴുതുന്നവരെ ദൈവം പ്രേമിക്കുന്നു എന്ന്. ഋഷിമാർക്കും ഭക്തന്മാരുടെ ആശയ്ക്കനുസരിച്ച് അത്തരം പ്രവൃത്തികൾ പൂർത്തീകരിച്ചു കൊടുത്ത് അവരുടെ സേവനം സ്വീകരിക്കുന്നത് ഒരു പ്രത്യേക സ്വഭാവമാണ്. ഋഷിമാർ പ്രചോദനം കൊടുക്കുന്നതോടുകൂടി ഭക്തൻ ഒരു പണി ആയുധവും ഉപാധിയുമായി മാറി അത്തരം പ്രവൃത്തികൾ വിജയത്തിൽ കലാശിക്കുന്നു. ഉദാഹരണമായി, ശകവർഷം 1700 മഹിപതി എന്ന കവി ഋഷിമാരുടെ ജീവചരിത്രത്തെ എഴുതാൻ ആഗ്രഹിച്ചു. ഋഷിമാർ അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്ത് ആ പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ ശകവർഷം 1800 ദാസ്ഗണുവിൻ്റെ സേവനങ്ങളെ സ്വീകരിക്കപ്പെട്ടു. അദ്ദേഹം എഴുതിയ 4 പുസ്തകങ്ങളാണ് ഭക്തവിജയം, സന്തവിജയം, ഭക്തലീലാമൃത്, സന്തകഥാമൃത് എന്നിവ. സ്വാഭാവികമായും ഒരു ചോദ്യം ചോദിക്കാൻ ഇടയുണ്ട്. ഇത്രയധികം സായി കഥകൾ എഴുതിയിരിക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു സച്ചരിത്രത്തിൻ്റെ ആവശ്യമെന്ന്? അതിന് ഋജുവും ലളിതവുമായ ഉത്തരമുണ്ട്. സായിബാബയുടെ ജീവചരിത്രം അനന്തമായ സമുദ്രത്തിന് സമാനമാണ്. അതിൽ മുങ്ങിത്തപ്പുന്ന ഏതൊരാൾക്കും വിലപിടിച്ച രത്നങ്ങളാകുന്ന ജ്ഞാനവും ഭക്തിയും ലഭിക്കും. അവയെ പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്യാം. സായിബാബയുടെ സന്ദേശങ്ങളും കഥകളും ഉദാഹരണങ്ങളും മാസ്മര ശക്തിയുള്ളവയാണ്. അത് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകുന്നു. അതോടുകൂടി തന്നെ ലൗകികത്തിൻ്റെ കഷ്ടപ്പാടുകളും വ്യസനങ്ങളും ഭാരങ്ങളും മറക്കാനും വിജ്ഞാനവും ബുദ്ധിയും പകർന്നു കൊടുത്ത് ആധ്യാത്മിക തത്വത്തിലേക്ക് നയിക്കുവാനും അത് സഹായിക്കുന്നു. വേദതുല്യമായ ബാബയുടെ പ്രഭാഷണങ്ങളും സന്ദേശങ്ങളും ശ്രദ്ധിച്ച് മനനം ചെയ്യുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതെന്തും, അതായത് ബ്രഹ്മങ്ങളിലുള്ള ഐക്യവും അഷ്ടവിധ യോഗസിദ്ധിയും ധ്യാനശക്തിയും മുതലായതുകളും ലഭിക്കുന്നു. അക്കാരണത്താൽ ഈ സൽക്കഥകളെ സംഭരിച്ച് സമാഹാരമാക്കാൻ ഞാൻ തീരുമാനിച്ചു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉപാസനയും. സായിബാബയുടെ ദർശനത്താൽ അനുഗ്രഹീതരാവാൻ ഭാഗ്യം ലഭിക്കാത്ത ശുദ്ധ ഹൃദയന്മാർക്ക് ഈ സമാഹാരം ആനന്ദപ്രദമാക്കട്ടെ. ഓം സായിരാം. അക്കാരണത്താൽ സായിബാബയുടെ സന്ദേശങ്ങളും പ്രഭാഷണങ്ങളും സീമാതീതമായ ആത്മജ്ഞാന കഥകളും ഞാൻ സംഭരിക്കുവാൻ തുടങ്ങി. ഇതിന് എനിക്ക് പ്രചോദനം തന്നതും സായിബാബ തന്നെയാണ്. ഞാൻ എൻ്റെ അഹങ്കാരത്തെ ബാബയുടെ പാദങ്ങളിൽ വെച്ച് എൻ്റെ മാർഗം ശുദ്ധമാണെന്ന് സങ്കല്പിച്ചു. ഇഹത്തിലും പരത്തിലും എൻ്റെ മാർഗം ആനന്ദത്തിൻ്റേതാക്കുമെന്ന് തീരുമാനിച്ചു. സായിബാബയോട് ഈ പുസ്തകം എഴുതാൻ എനിക്ക് നേരിട്ട് അനുവാദം ചോദിക്കാൻ കഴിയാത്തത് കൊണ്ട് മാധവരാവ് ദേശ്പാണ്ഡെ എന്നറിയപ്പെടുന്ന ബാബയുടെ അടുത്ത ഭക്തനായ ശ്യാമ എനിക്ക് വേണ്ടി ഇപ്രകാരം പറഞ്ഞു. ഈ അന്നാ സാഹിബിന് അവിടുത്തെ ജീവചരിത്രം എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. അവിടുന്ന് ഒരു ഭിക്ഷാന്തേഹിയായ ഫക്കീറാണെന്നും ജീവചരിത്രം എഴുതേണ്ടതില്ലെന്നും തടസ്സം പറയരുത്. അവിടുന്ന് അനുവദിച്ച് സഹായിച്ചാൽ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അയാൾ പുസ്തകം എഴുതി തീർക്കും. അവിടുത്തെ അനുഗ്രഹം ഇല്ലാതെ ഒന്നും വിജയപ്രദമാവുന്നില്ല. ഇത് കേട്ടപ്പോൾ സായിബാബ സന്തുഷ്ടനായി എന്നെ അനുഗ്രഹിച്ച് എനിക്ക് ബുദ്ധി തന്ന് എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ഈ പ്രകാരം പറഞ്ഞു. അയാൾ കുറേ കഥകളും അനുഭവങ്ങളും ശേഖരിക്കട്ടെ, അതിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഉണ്ടാക്കട്ടെ. ഞാൻ സഹായിച്ചു കൊള്ളാം. അയാൾ വെറും ഒരു ബാഹ്യോപകരണം മാത്രമാണ്. അയാളിൽ കൂടി ഞാൻ തന്നെ എൻ്റെ ജീവചരിത്രം എഴുതി ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊള്ളാം. അയാളുടെ അഹങ്കാരം മുഴുവൻ ഉപേക്ഷിച്ച് എൻ്റെ കാൽക്കൽ വെക്കട്ടെ. യാതൊരുത്തൻ ഇപ്രകാരം ചെയ്യുന്നുവോ അയാളെ ഞാൻ ഏറ്റവും സഹായിക്കും. എൻ്റെ ജീവചരിത്രത്തെ പറ്റിയല്ലേ? അയാളുടെ സ്വന്തം വീട്ടിൽ വെച്ച് ഞാൻ എന്നാലാവുന്ന എല്ലാ സേവനങ്ങളും ചെയ്തു കൊള്ളാം. അയാളിലുള്ള അഹങ്കാരം പരിപൂർണമായും അവസാനിച്ചാൽ, അതായത് അതിൻ്റെ നിഴൽ പോലും മാഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ അയാളിൽ അധിനിവേശം ചെയ്ത് എൻ്റെ ജീവചരിത്രം എഴുതിക്കൊള്ളാം. എൻ്റെ കഥകളും സന്ദേശങ്ങളും കേൾക്കുന്നവർക്ക് ഭക്തി താനേ ജനിച്ച് ആത്മജ്ഞാനവും ആനന്ദവും ലഭിക്കും. ഒരാളുടെ കാഴ്ചപ്പാട്
മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിർബന്ധ ബുദ്ധി പാടില്ല. മറ്റൊരാളുടെ അഭിപ്രായഗതിയെ എതിർക്കാനും പാടില്ല. ഒരു വിഷയത്തിൻ്റെയും സ്വീകാര്യതയെപ്പറ്റിയും അസ്വീകാര്യതയെപ്പറ്റിയും ചർച്ച ചെയ്യാനും പാടില്ല. ഇതാണ് ബാബ പറഞ്ഞ മറുപടി. ചർച്ച എന്ന പദം ഹേമാദ് പന്ത് എന്ന സ്ഥാനപ്പേര് എനിക്ക് എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയാമെന്ന് വായനക്കാരോട് ചെയ്ത വാഗ്ദത്തത്തെ എന്നെ ഓർമ്മിപ്പിച്ചു. കാക്കാസാഹേബ് ദീക്ഷിത്തും നാനാസാഹേബ് ചാന്തോർക്കറും എൻ്റെ അടുത്ത മിത്രങ്ങളായിരുന്നു. അവരെന്നോട് ഷിർദിയിൽ പോയി ബാബയെ ദർശനം ചെയ്യാൻ നിർബന്ധിക്കുകയും ഞാൻ അപ്രകാരം ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇടക്കാലത്തുണ്ടായ തിരിച്ചലുകളെ കൊണ്ട് എനിക്ക് ഷിർദിയിൽ പോകാൻ കഴിഞ്ഞില്ല. ലോനാവാലയിലുള്ള എൻ്റെ ഒരു സ്നേഹിതൻ്റെ മകൻ രോഗബാധിതനായി. അയാളെ കൊണ്ട് ആവുന്നതെല്ലാം പരിശ്രമിച്ചിട്ടും പനി വിട്ടുമാറിയില്ല. അയാളുടെ ഗുരുവെ മകൻ്റെ കിടക്കയ്ക്ക് അരികിൽ ഇരുത്തി നോക്കി. എന്നിട്ടും കാര്യമുണ്ടായില്ല. ഇത് കേട്ട് ഞാൻ ആലോചിച്ചു, എന്താണ് ഗുരുവിനെ കൊണ്ടൊരു പ്രയോജനം? അയാൾക്ക് എൻ്റെ സുഹൃത്തിൻ്റെ മകനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒരു ഗുരുവിന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഷിർദിക്ക് പോകുന്നത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഷിർദി യാത്ര നീട്ടിവെച്ചു. പക്ഷേ സംഭവിക്കേണ്ടത് സംഭവിച്ചേ തീരൂ. അത് എൻ്റെ കാര്യത്തിൽ ഇപ്രകാരം ഉണ്ടായത്. പ്രാന്ത് ഓഫീസറായിരുന്ന നാനാസാഹേബ് ചാന്തോർക്കർ ബസീനിലേക്ക് ടൂർ പോവുകയായിരുന്നു. താനെയിൽ നിന്നും ദാദറിലെത്തി അയാൾ ബസീനിലേക്ക് വണ്ടിയും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ബാന്ദ്രയിലേക്കുള്ള ലോക്കൽ വണ്ടി വന്നു. അങ്ങനെ അയാൾ ബാന്ദ്രയിലെത്തി. എന്നെ വിളിച്ച് ഷിർദിയിൽ പോകാത്തതിനെപ്പറ്റി ശാസിച്ചു. ഞാൻ ഷിർദിക്ക് പോകണമെന്ന് നാനയുടെ വാദഗതി ആനന്ദകരമായതും എന്നെ ബോധ്യപ്പെടുത്തുന്നതുമായതുകൊണ്ട് അന്ന് രാത്രി തന്നെ ഞാൻ ഷിർദിക്ക് പോകാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ ലഗേജും എടുത്ത് ഷിർദിക്ക് പുറപ്പെട്ടു. ദാദറിൽ ചെന്ന് മൻമാഡിലേക്ക് വണ്ടി കയറാമെന്ന് കരുതി ദാദറിലേക്ക് ബുക്ക് ചെയ്ത് ഞാൻ വണ്ടിയിൽ കയറി. വണ്ടി പുറപ്പെടാറായപ്പോൾ തിരക്കിട്ട് ഒരു മുഹമ്മദിയൻ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ കയറി എൻ്റെ സാധനങ്ങളെല്ലാം കണ്ട് ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ദാദറിലേക്ക് പോകേണ്ടെന്നും മൻമാഡ് മെയിൽ ദാദറിൽ നിൽക്കില്ലെന്നും ഞാൻ ബോറിബന്ദറിൽ ഇറങ്ങിയാൽ മതിയെന്നും നിർദ്ദേശിച്ചു. ഈ ചെറിയ അദ്ഭുത ലീല സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പിറ്റേന്ന് ഞാൻ ഷിർദിയിൽ എത്തുകയില്ല എന്ന് മാത്രമല്ല എൻ്റെ സംശയങ്ങൾ തന്നെ വർദ്ധിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ആവാൻ പാടില്ല. ഭാഗ്യം എൻ്റെ ഭാഗത്തായിരുന്നതുകൊണ്ട് പിറ്റേന്ന് രാവിലെ 9-നും 10-നും ഇടയ്ക്ക് ഞാൻ ഷിർദിയിലെത്തി. ബാബു സാഹേബ് അവിടെ കാത്തു നിന്നിരുന്നു. ഇത് 1910 കൊണ്ട് അവിടെ ഭക്തന്മാർക്ക് താമസിക്കാൻ സദയുടെ വാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുതിരവണ്ടിയിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ബാബ ദർശനത്തിന് എനിക്ക് ഔത്സുക്യം വർദ്ധിക്കുകയും ഉടനെ തന്നെ മഹാത്മാനായ താത്യാ സാഹേബ് നൂൽക്കർ മസ്ജിദിൽ നിന്ന് മടങ്ങി വരും വഴി ഞങ്ങളെ കാണുകയും ഞങ്ങളോട് സായിബാബ സത്രത്തിലുള്ള മൂലക്കൽ നിൽക്കുന്നുണ്ടെന്നും ഉടനെ പ്രാരംഭമായി ദർശനം കഴിക്കാമെന്നും പിന്നീട് സ്നാനത്തിന് ശേഷം സൗകര്യമായി ബാബയെ കാണാമെന്ന് പറയുകയും ചെയ്തു. ഇത് കേട്ട ഉടനെ ഞാൻ ഓടിച്ചെന്ന് ബാബയെ നമസ്കരിച്ചു. എൻ്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. നാനാ ചാന്തോർക്കർ പറഞ്ഞു തന്നതിലും എത്രയോ ഉപരിയാണ് ഞാൻ കണ്ടത്. എൻ്റെ എല്ലാ ഭൂതനോപാധികളും ആ ദർശനമാത്രയിൽ സംതൃപ്തമായി. ഞാൻ വിശപ്പും ദാഹവും വിസ്മരിച്ചു. ബാബയുടെ പാദസ്പർശനം ചെയ്ത മാത്രയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പുതിയ തുടക്കം കുറിച്ചു. ഈ ദർശനത്തിന് എനിക്ക് വഴിവെച്ചും ത്വരിതപ്പെടുത്തുകയും തന്നെ എല്ലാവരോടും ഞാൻ കടപ്പാടുള്ളവനാണ്. അവരെൻ്റെ യഥാർത്ഥ ബന്ധുക്കളാണ്. അവരോടുള്ള കടപ്പാട് എനിക്ക് തീർത്താൽ തീരാത്തതാണ്. ഞാൻ അവരെ സ്മരിച്ചു മനസ്സാകെ നമിക്കുന്നു. സായി ദർശനത്തിന് പ്രത്യേകത എനിക്ക് മനസ്സിലായതിടത്തോളം ദർശനമാത്രയിൽ തന്നെ ചിന്താഗതികൾ അപ്പാടെ മാറ്റുന്നുവെന്ന് മാത്രമല്ല, മുമ്പ് ചെയ്ത കൃത്യങ്ങളുടെ ശക്തി നിശേഷം നിർമ്മാർജ്ജനം ചെയ്ത് പ്രകൃതിയാ ക്രമേണ ലൗകികത്തോട് നിസ്സംഗത്വവും നിർവികാരത്വവും വളർത്തിയെടുക്കുന്നതും എന്നുമാണ്. പൂർവ്വജന്മങ്ങളിലെ സൽക്കർമ്മം കൊണ്ട് മാത്രമാണ് ഈ ദർശനത്തിന് സാധ്യമാവുന്നത്. സായിബാബയെ ദർശിക്കൽ ഒന്നുകൊണ്ട് മാത്രം മുഴുവൻ പ്രപഞ്ചവും സായി രൂപമായി നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം സായിരാം. ഇതിൻ്റെ മുഴുവൻ പ്ലേലിസ്റ്റിന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓം സായിരാം.